ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. ഡോക്ടർക്കെതിരെ വീണ്ടും അതിക്രമമുണ്ടായിരിക്കുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് സംഭവം. വനിതാ ഡോക്ടറെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്തതിനാണ് ഡോക്ടർ ഹരീഷ് മുഹമ്മദിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. വീഡിയോയിലേക്ക്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. വനിതാ ഡോക്ടറെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ഡോക്ടർ ഹരീഷ് മുഹമ്മദിനെയാണ് പ്രതികൾ ആക്രമിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഡോക്ടർക്കെതിരെ വീണ്ടും അതിക്രമം ഉണ്ടായിരിക്കുന്നു. എപ്പോഴാണ് സംഭവം? പ്രതികളെ പിടികൂടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ 2 പേർ ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നതിനായിട്ട് ആശുപത്രി സൂപ്രണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടറോട് തന്നെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. നിങ്ങൾക്കറിയാം, ഇത് ഇന്ന് നമ്മൾ ഡോക്ടേഴ്സ് ദിനമാണ്. ഡോക്ടർ DC റോയുടെ പിറന്നാൾ ദിനമാണിത്. ഞങ്ങൾ ഒരുപാട് ആദരവോടുകൂടി കാണുന്ന ഒരു ദിവസമാണ്. ഒരുപാട് ആഘോഷങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, ഒരുപാട് ആചരണ രീതികൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ആ ദിവസം തന്നെ ഡോക്ടർ അത് തിരഞ്ഞെടുത്ത് ചെയ്തു എന്നല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ആ ദിവസം ഉണ്ടായത് വളരെ മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ എറണാകുളം ജില്ലാ ആശുപത്രി വളരെ തിരക്കേറിയ ഒരു ആശുപത്രിയാണ്. ഒരുപാട് വൈവിധ്യമാർന്ന കേസുകൾ വരുന്ന ആൾക്കാരാണ്, പേഷ്യൻസാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ എറണാകുളത്തെ ഏറ്റവും ടെർഷറി കെയർ സെന്ററിന് സമാനമായ ഒരു ആശുപത്രി, ടെർഷറി കെയർ സെന്റർ ആണിത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകൾ വരുന്ന ആശുപത്രിയാണ്. പക്ഷേ നമ്മളെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന ഒരു ഡോക്ടർ സമൂഹമാണ് ഇവിടെ ഉള്ളത്. കാരണം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യം ഒപ്പമുള്ള വനിതാ ഓഫീസറിനെ തടയുന്ന രീതിയിലുള്ള ഒരു ശ്രമം ഉണ്ടായി, വഴി തടയുന്ന രീതിയിലുണ്ടായി. അത് ക്ഷമ പറഞ്ഞ് അങ്ങ് പിരിയുക ചെയ്ത് ഈ 2 സാമൂഹ്യ വിരുദ്ധരുടെയും പിന്നെ ആ നടപടി, പിന്നെ അവർ തന്നെ ക്ഷമ പറഞ്ഞ് മാറുകയുണ്ടായി. പിന്നീട് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് ഉണ്ടായത്. ഈ ഡോക്ടർ അവരുടെ ജോലിയുടെ ഇടയിൽ ചായ കുടിക്കാൻ വേണ്ടി അവർ കഫറ്റേറിയയുടെ അടുത്ത് വന്ന് ചായയും വാങ്ങിച്ച ഒരു ബെഞ്ചിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇതേ വ്യക്തികൾ നടന്നു നീങ്ങി അവർ മടങ്ങി വന്ന് ആക്രോശിക്കുകയും തെറി പറയുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ, പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവർ പെരുമാറി. ഒരു കാരണമില്ല, നമുക്കത് വീഡിയോ ഫുട്ടേജിൽ കാണാൻ കഴിയും. ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ, ഒരു കാരണമില്ലാതെ ഇവർ ഇങ്ങോട്ട് വന്ന് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായത്. ദാരുണമായിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഹോസ്പിറ്റൽ സംരക്ഷണ നിയമമൊക്കെ ഉള്ള ഈ കാലത്ത് നമുക്ക് പൊതുസമൂഹം ഇത് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം പോലീസ് സമയബന്ധിതമായി ഇടപെടുകയും പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാതൃകാപരമായിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് അങ്ങേറ്റം നന്ദിയുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ സംഭവം, ഈ ഒരു ഡോക്ടറെ ഒരു കാരണമില്ലാതെ തറയിലിട്ട്, ഒരു കാരണമില്ലാതെ, ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഒരു ഫാക്ടറും ഇല്ല, ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറും ഇല്ല. പക്ഷേ ഒരു കാരണമില്ലാതെ അകാരണമായിട്ട് മർദ്ദിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടാൻ വേണ്ടിയുള്ളൊരു സമൂഹമാണ് ഡോക്ടർ സമൂഹം എന്ന് നമുക്ക് പലപ്പോഴും ചോദിച്ചു പോകും. കാരണം
ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാത്രിയിൽ സുഖമായിട്ട് വീടുകളിൽ ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. കാരണം ഒരു ജനങ്ങൾക്ക് ചെന്നെത്താൻ കഴിയുന്ന ഒരേ ഒരു ആശ്രയ കേന്ദ്രമാണ് ആശുപത്രികളും അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ. അവരെ ഇത്തരത്തിൽ ചവിട്ടി മതിക്കേണ്ട രീതിയിലുള്ള കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് പൊതുസമൂഹം ഇതിനെ വളരെ ഗൗരവത്തോടെ കാണണം. കാരണം നിയമം എല്ലാ പരിരക്ഷയും നൽകുന്നുണ്ട്, അതനുസരിച്ച് പോലീസ് പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നാൽ പോലും നോക്കുകുത്തികളായിട്ട് നിൽക്കുന്ന പൊതുസമൂഹത്തിന്റെ ബിംബങ്ങളെ സൂചനകളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിൽ ഇടപെടുന്ന ഒരു നിയമപാലകരെ പോലെ ഇടപെടുന്ന പോലീസുകാരെ പോലെ ഇടപെടുന്ന നമുക്ക് സാധാരണ ജനങ്ങളെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു കാഴ്ച കാണാൻ കഴിഞ്ഞില്ല. നോക്കി നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ പലപ്പോഴും കാണുന്നത്. അത് നമ്മൾ ഗൗരവത്തോടെ കാണണം. പക്ഷേ എന്തായാലും അങ്ങേയറ്റം അപലപനീയമാണ്. നമുക്കിതിനെ പോലീസ് മാതൃകാപരമായിട്ട് നടപടികൾ എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. രണ്ട് പ്രതികളുടെ മർദ്ദനമേറ്റ ഡോക്ടറുണ്ടല്ലോ, അദ്ദേഹത്തിന് പരിക്കുകൾ അതായത് എക്സ്റ്റേണൽ ഇഞ്ചുറി ഒന്നും ഇല്ല. പക്ഷേ നന്നായിട്ട് അയാൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. അയാൾ വളരെ വളരെ മാനസികമായിട്ട് വളരെ വിഷമാവസ്ഥയിലാണ് അദ്ദേഹം. കാരണം ഇനി വളർന്നു വരുന്ന ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ പരിരക്ഷണത്തിന്റെ പുതിയ ആൾക്കാരായിട്ട് രൂപപ്പെട്ടു വരേണ്ട തലമുറയാണ് അവർ. പുതിയ ഡോക്ടർ സമൂഹമാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങളൊക്കെ വെച്ചിട്ടുള്ള പുതിയ ഡോക്ടർ സമൂഹമാണ് അവർ. അവർക്ക് അങ്ങേയറ്റം അത് വളരെ വിഷമം. ഒരുപക്ഷെ നിങ്ങളെ പത്രമാധ്യമ സുഹൃത്തുക്കളെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മാനസിക വിഷമത്തിലാണ് അദ്ദേഹം. കാരണം അത് ഇത്തരത്തിലൊരു കൈകാര്യം ചെയ്യൽ അവൻ്റെ ലൈഫ് ടൈമിൽ ഉണ്ടായിട്ട് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ മാനസിക വിഷമത്തിലാണ്. അപ്പോൾ അത് നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യവും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. എന്തെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തല്ല മറ്റെന്തെങ്കിലും നടപടികൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് പോലീസിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുകയും പോലീസുമായിട്ട് കംപ്ലൈന്റ് ചെയ്യും, അത് നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെളിവെടുപ്പിനും പോയിട്ടുണ്ട്. നമ്മൾ ഐഡന്റിഫൈയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വിക്റ്റിമായിട്ടുള്ള നമ്മുടെ ഡോക്ടർമാർ അവരെ ഐഡന്റിഫൈയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ഇതാണ് ഇതിന്റെ നടപടികൾ, അതായത് നിയമപരമായ നടപടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണമേറ്റ ഡോക്ടറും വലിയ മാനസിക വിഷമത്തിലാണ്. അതുപോലെ തന്നെ ഹൗസ് സർജൻസിലുള്ള മറ്റ് ഡോക്ടർമാരും ഈ സംഭവത്തെ അപലപിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റ് നടപടിക്രമങ്ങൾ, ഇതിന്റെ പോലീസ് ക്രിമിനൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. ഇന്ന് അവരെ കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അല്പസമയത്ത് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ പ്രതികളെ ഹാജരാക്കുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അശ്വതി, ഈ വനിതാ ഡോക്ടറെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അതിക്രമം നടന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ? എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വനിതാ ഡോക്ടറെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ഡോക്ടർ ഹരീഷ് മുഹമ്മദിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഡോക്ടർക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ ചികിത്സയിലാണ്. 3 പേർ ഈ കേസിൽ പിടിയിലായിട്ടുണ്ട്.